ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻ്ററിൻ്റെ വെൽനസ് പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്. അദ്ദേഹം ചെന്നൈ ശ്രീ രാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞില്ലേ ഹാൻഡ് ഫംഗ്ഷനെ കുറിച്ചായിരുന്നു പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ? ഹാൻഡ് ഫങ്ഷൻസ് എന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ ബേസിക്കലി നമുക്ക് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഹാൻഡ് ഫങ്ഷൻസ്. സോ ഹാൻഡ് ഫങ്ഷൻസ് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഈ കൈ എന്ന് പറയുന്ന ഒരു അവയവം, ഈ ഓർഗന് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഷോൾഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഹിപ്പ് ഇങ്ങനെയുള്ള വലിയ ജോയിൻസിനൊക്കെ പല മസിൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും ഒക്കെ കൂടുതലാണ് നമ്മുടെ ഈ ചെറിയ ഒരു ഏരിയയിലുള്ള മസിൽസിൻ്റെ എണ്ണവും അതുപോലെ ഫങ്ഷൻസും. അത് ബേസിക്കലി എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ഏരിയയിൽ തന്നെ നമുക്ക് വളരെയധികം ജോയിൻസ് ഉണ്ട്. ഇതൊരു ജോയിൻ്റാണ്, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇവിടെ ഒരു 4 അസ്ഥിയാണുള്ളത്. ഈ അസ്ഥികൾ തമ്മിലും ഒരു ഫങ്ഷണൽ ജോയിൻ്റാണ്. അതുപോലെ താഴോട്ട് ഞാനിവിടെ പറഞ്ഞില്ലേ, റിസ്റ്റിൻ്റെ അവിടെ ചെറിയ 8 അസ്ഥികളാണുള്ളത്. സോ ഇതിൻ്റെ ഫങ്ഷൻസ്, ഇതിൻ്റെ ആക്ഷൻസ് വളരെ അധികമാണ് മറ്റേ ഏരിയാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഓരോ മൈന്യൂട്ട് മൂവ്മെൻറ്റ്സും കൺട്രോൾ ചെയ്യാനായിട്ട് മൈന്യൂട്ടായിട്ടുള്ള മസിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയ തന്നെ നമ്മുടെ കൈയുടെ ഈ ഏരിയയിൽ മാത്രം നമുക്ക് 20 മസിലുണ്ട്. അതല്ലാതെ കൈ കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ മസിൽസും നമുക്ക് എൽബോ തൊട്ട് താഴോട്ട് ഇവിടെ കൈ വരെ വരുന്നുണ്ട്. സോ കൈയുടെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ തന്നെ വളരെയധികം മസിൽസ് ഉണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ഫങ്ഷൻസ് വളരെയാണ്. സോ ഫങ്ഷൻസ് കൂടുമ്പോൾ ആക്ഷൻസ് കൂടും. ആക്ഷൻസ് കൂടുന്നതനുസരിച്ച് മസിൽസിൻ്റെ പ്രോബ്ലംസും വരാവുന്നതാണ്. സോ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത പോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതൊരു ജനറ്റിക് കോസ് ആണല്ലോ. അപ്പോൾ ജനറ്റിക് കോസ് കാരണം സ്വെല്ലിങ് വരാം, ഒരു ഭാഗത്ത്. മറ്റേ സൈഡിൽ മെക്കാനിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കാരണം ജോയിൻറ്റിൽ പ്രോബ്ലംസ് വരാം. അതൊരു മെക്കാനിക്കൽ കോസ്, ജനറ്റിക് അല്ല, മെക്കാനിക്കലായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി മൂലം വരുന്ന പ്രോബ്ലംസ് അതൊരു വേറെ ഭാഗത്ത്. അതല്ലാതെ മസിൽസിൻ്റേതായ സ്ട്രെയിന്, മസിൽസിൻ്റേതായ ആക്ഷൻസ് മൂലം വരുന്ന പല പ്രോബ്ലംസും വരും. സോ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഈ ഓരോ ഞാൻ പറഞ്ഞ ഈ ഓരോ ജോയിൻ്റ് ആയാലും മസിലായാലും ബോൺസിനായാലും പ്രോബ്ലംസ് വരാവുന്നതാണ്. സോ ഇതൊക്കെ കവിഞ്ഞ് നമ്മുടെ ഹാൻഡിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് ബ്രോഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ദ സെൻസ് പ്രിഹെൻഷൻ ആൻഡ് പ്രിസിഷൻ എന്ന് പറയും. പ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോൾ പിടിക്കുക എന്ന് പറയുന്നത്, കളിക്കുമ്പോൾ ടെന്നീസ് ബോൾ കൈ പിടിക്കുക, അത് പ്രിഹെൻഷൻ ആക്ടിവിറ്റി എന്ന് പറയും. അതിന് ആക്യുറസി ആവശ്യമില്ല. നമ്മൾ മൊത്തത്തിൽ കയറി ആ ബോളെ കയറി അങ്ങ് പിടിക്കുക. അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിൻ്റെ കമ്പിയെ പിടിക്കുക എന്ന് പറയത്തില്ലേ, മേളിൽ ബസ്സിൻ്റെ റോഡെ കയറി പിടിക്കുമ്പോൾ അത് ബസ്സിൻ്റെ കമ്പിയെ പിടിക്കുക എന്ന് വെച്ചാൽ അതൊരു പ്രിഹെൻഷൻ ഫങ്ഷനാണ്. മറുഭാഗത്ത് പ്രിസിഷൻ ആക്ടിവിറ്റി എന്ന് പറയും. പ്രിസിഷൻ എന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ട് പെർഫെക്റ്റായിട്ട് പിടിക്കേണ്ട ഒരു കാര്യം. ഒരു പേന പിടിക്കുന്നത് ഒരു പ്രിസിഷൻ ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു സൂചി പിടിക്കുന്നത് ഒരു പ്രിസിഷൻ ആക്ടിവിറ്റിയാണ്. മനസ്സിലായോ? നമ്മൾ പേപ്പർ കൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ട്സ് കൗണ്ട് ചെയ്യുന്നത് അതൊരു പ്രിസിഷൻ ആക്ടിവിറ്റിയാണ്. മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇത് രണ്ടും രണ്ടായിട്ട് വരും. സോ ഇതിലെ വ്യത്യാസം എന്ന് വെച്ചാൽ പ്രിഹെൻഷൻ ആക്ടിവിറ്റിയിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് അധികമാണ്. അവിടെ നമ്മൾ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ ബോൾ പിടിക്കുക, ബോൾ സ്ട്രോങ് ആയിട്ട് പിടിക്കണം. ബോളിൽ ഡെലിക്കേറ്റായിട്ട് ബോൾ പിടിച്ചു കഴിഞ്ഞാൽ ബോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകും. അതിനുവേണ്ടി ബോൾ സ്ട്രോങ് ആയിട്ട് തന്നെ പിടിക്കും. അതുപോലെ അതിൻ്റെ റിലീസ് ആക്ഷൻ, ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ റിലീസ് ആക്ഷൻ അതൊക്കെ ഫാസ്റ്റായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ഒരു ആക്ഷനാണത്. സോ ആ ബോൾ പിടിക്കുമ്പോൾ ആ മസിലിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ബോൾ അതുപോലെ പിടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ജോയിൻറ്റിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുപോലെ പിടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കടയ്ക്ക് പോകുന്ന പ്രായമുള്ളൊരു വ്യക്തി കടയ്ക്ക് പോകുന്നു, അപ്പോൾ പ്രായമുള്ളൊരു ബോൾ പിടിക്കത്തില്ലെന്ന് പറയാം. നമുക്ക് പ്രായമുള്ളവരുടെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. കടയിൽ പോയി ഒരു ക്യാരി ബാഗ് പിടിച്ചുകൊണ്ട് വരുന്നു. ഇപ്പോൾ കൈക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ക്യാരി ബാഗ് പിടിക്കാൻ പറ്റത്തില്ല. ആ ക്യാരി ബാഗ് പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹുക്ക് ഗ്രിപ്പ് എന്ന് പറയും. ഇതുപോലെ ഈ പൊസിഷനിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ ക്യാരി ചെയ്യേണ്ട ആ ഭാഗം ഇങ്ങനെ ആയിരിക്കും ഹുക്ക് ചെയ്ത് പിടിക്കുന്നത്.
അതിന് ഹുക്ക് ഗ്രിപ്പ് എന്ന് പറയും. സോ കൈക്ക് ആ ടെൻഡൻസിന് പ്രോബ്ലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൈയുടെ ജോയിൻസിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രിപ്പ് പിടിക്കാൻ പറ്റത്തില്ല. അതിന് വേറെ ഓൾട്ടർനേറ്റ് ഗ്രിപ്സ് അവർ പിന്നെ കണ്ടെത്തും. എനിക്ക് എന്നിട്ട് നമ്മൾ ചോദിച്ചാലും പറയും എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു വേദനയുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൈഡിലോട്ട് ആ കവർ സൈഡിലോട്ട് ചേർത്ത് പിടിച്ചേക്കായിരുന്നെന്ന് പറയും, അല്ലെങ്കിൽ ആ വേറെ ഒരു രീതിയിൽ ഞാൻ പിടിച്ചേക്കായിരുന്നെന്ന് പറയും. സോ അതൊരു എക്സാമ്പിളാണ്. സോ അതൊക്കെ കൂടുതലും പ്രിസിഷൻ ഗ്രിപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ അവർ ഇപ്പോൾ നമ്മൾ മൊബൈൽ യൂസേജ് അത് പ്രിഹെൻഷൻ ഗ്രിപ്പാണ്. അതുപോലെ തന്നെ മൊബൈൽ യൂസേജ് എന്ന് പറയുന്നതാണ് പ്രിസിഷൻ ഗ്രിപ്പ്. നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ടച്ച് സ്ക്രീൻ ആണെങ്കിൽ പോലും അത് കാണുന്ന സിമ്പിൾസ് കാണുന്നിടത്ത് വേണം പോയി പ്രസ് ചെയ്യാനായിട്ട്. നമ്മൾ റാൻഡമായിട്ട് ഗസ് ചെയ്ത് ചുമ്മാ പ്രസ് ചെയ്യുമല്ല, പ്രസ് ചെയ്യാൻ ഒരു ലാർജ് ഏരിയ ഇല്ല, കറക്റ്റായിട്ട് അതിൻ്റേതായ ആൽഫബറ്റ്സിൻ്റെ അടുത്ത് പോയി പ്രസ് ചെയ്യണ്ടേ. സോ ദാറ്റ് ഈസ് മോർ പ്രിസൈസ്. അതിനുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള പ്രിസിഷൻ ഗ്രിപ്പ് ആക്ടിവിറ്റീസും ഉണ്ട്. സോ ഈ രണ്ട് ആക്ടിവിറ്റീസ് തമ്മിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വേരിയേഷൻ ഉണ്ട്, അതുപോലെ ആക്യുറസി ഉണ്ട്. അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പ്രത്യേകിച്ച് നമ്മുടെ ജോലി റിട്ടയർമെൻറ്റിന് മുമ്പ് നമ്മുടെ ജോലി ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അതിലോട്ട് ഏർപ്പെടുമ്പോഴത്തേന് അതിൻ്റേതായ ഡിഫിക്കൽറ്റി നമുക്ക് അനുഭവപ്പെടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്രയും നാൾ വ്യക്തി മോർ ഓഫ് ഓഫീസ് ജോബാണ്, ഡെസ്ക് ജോബായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിട്ടയർമെൻറ്റായി വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ പുള്ളി തീരുമാനിച്ചു എന്നാൽ പിന്നെ ഞാനങ്ങ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടൈം പാസ് വേണ്ടേ, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഗാർഡനിങ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഗാർഡനിങ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ചെറിയ തുമ്പ എടുക്കണം, കിളയ്ക്കണം, അല്ലെങ്കിൽ ചെറിയ മണ്ണ് ചെറിയ സൈസിലുള്ള മൺവെട്ടിയൊക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് മണ്ണ് മാറ്റുകയും എടുക്കുകയും ചെയ്യുമ്പോഴത്തേന് അവിടെ യൂസ് ചെയ്യുന്ന ഹാൻഡ് ഗ്രിപ്പ് വേറെയാണ്. അപ്പോൾ ഇത്രയും നാൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരുന്ന ആൾ ഇപ്പോഴായിരിക്കും മൺവെട്ടി ചെയ്യുന്നത്. ചെയ്യാൻ വയ്യാഴികയില്ല, കാരണം പണ്ട് ചെയ്തിട്ടുള്ളതായിരിക്കും, യങ് ഏജിൽ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ അതൊന്ന് ആ സ്കില്ലൊന്ന് റീഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു റിഫ്രഷ് ചെയ്താൽ മതിയായിരിക്കും. സോ അതിനുള്ള ഒരു ശ്രമമാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് കൈയുടെ ഇവിടെയൊക്കെ തഴമ്പ് വരിക, അല്ലെങ്കിൽ സ്വെല്ലിങ് വെച്ചിട്ട് ഒരു കൊപ്പളം പോലെ വന്നിട്ട് പിന്നീട് അത് തഴമ്പായി മാറുക. അത് ശീലമില്ലാത്തതുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതേസമയം അത് പിടിക്കുന്ന ഗ്രിപ്പ് വളരെ ഹാർഡായിട്ട് പിടിച്ചാൽ ഈ കൈ കൂടെ പോകുന്ന ടെൻഡൻസൊക്കെ അതിന് ഇഞ്ചുറി സംഭവിക്കാനുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ സ്വെല്ലിങ് വരാനുള്ളതേ ഉള്ളൂ. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് അനുസരിച്ചിരിക്കും. കാരണം കൈ വളരെ സോഫ്റ്റായിട്ടിരിക്കുകയാണല്ലോ. ബട്ട് അതേസമയത്ത് ഇത് ഹാർഡായിട്ട് ചെയ്യാനായിട്ട് ഒരു ദിവസം അമിതമായിട്ട് പെട്ടെന്ന് എടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് ഒത്തിരി ചെയ്തു, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റേതായ റിയാക്ഷൻ കൈ വരും. അതേ നമ്മൾ കുറച്ച് നേരം ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വിടുക, പിന്നെ അടുത്ത ദിവസം വീണ്ടും ചെയ്യുക. അപ്പോൾ അതൊരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ആയിരിക്കും ആ കൈക്ക് പോലും അതിൻ്റെ സ്ട്രെയിന്. പക്ഷേ നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇതങ്ങ് പണി തീർത്തേക്കാമെന്ന് വിചാരിച്ച് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനായിരിക്കും 2 ദിവസം പിന്നെ ഭയങ്കര വേദനയായിരിക്കും. കൈയുടെ ഇടയ്ക്കുള്ള മസിൽസൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പ്രിഹെൻഷൻ ആൻഡ് പ്രിസിഷൻ ആക്ഷൻ. പ്രിഹെൻഷന് സാധാരണ ഈ ലോങ് മസിൽസ്, വലിയ മസിൽസിൻ്റെ ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ വരുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് കൈയുടെ അകത്തുള്ള ചെറിയ മസിൽസ് പോലും പ്രവർത്തനം കൂടുതൽ സ്ട്രോങ് ആക്കും. സോ അങ്ങനെ പ്രവർത്തനം കൂടുതൽ സ്ട്രോങ് ആക്കുമ്പോൾ ആ ചെറിയ മസിൽസിലുള്ള സ്ട്രെയിനും പൈലപ്പ് ആവുകയാണ്. മനസ്സിലായോ? സോ ആ ചെറിയ മസിൽസിലുള്ള സ്ട്രെയിൻ പൈലപ്പ് ആകുമ്പോൾ അവർക്ക് അടുത്ത ദിവസം വളരെ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ മസിൽ സോർനെസ്, കൈയുടെ പല ഭാഗത്തായിട്ടും ഒരു വേദന അനുഭവപ്പെടും. മനസ്സിലായോ? അപ്പോൾ ആ വേദന വരുമ്പോഴത്തേന് അവർക്ക് കൺഫ്യൂഷനായിരിക്കും, ഇതെന്തുകൊണ്ടാണ് ഈ വേദന, ഞാനൊന്നും ചെയ്തില്ലല്ലോ, അല്ല ഇന്നലെ ചെയ്ത അതുകൊണ്ടാണോ വേദന വരുന്നത്, ഇത്രയും വേദന വരുന്നത്. ചിലപ്പോൾ പുള്ളിക്ക് സഹിക്കാവുന്നതിലും അധികമായിരിക്കും വേദന വരുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം എടുക്കുമ്പോൾ പോലും ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ വേദനയായിരിക്കും. ദെൻ ഹീ സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് വറീഡ്, അയ്യോ ഇതെന്താ ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്ലാസ് പിടിക്കുമ്പോഴും വേദനയായിരിക്കും. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് വരും. സോ നമ്മളൊരു പുതിയ ആക്ടിവിറ്റിയിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ വളരെ ഗ്രാജുവലായിട്ട് സ്ലോ ആയിട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ശീലമില്ലാത്ത ഒരു ആക്ടിവിറ്റി, പുതിയതായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ. സോ ഇത്രയും നാൾ നമ്മൾ ഹാർഡ് വർക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ടിരുന്ന ഒരു വ്യക്തി
വെഹിക്കിളിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. സോ പുള്ളി ഓൾറെഡി പ്രിഹെൻഷൻ ഗ്രിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, ഇങ്ങനെ ലോങ് ഗ്രിപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പുള്ളിക്ക് ഒരു തൂമ്പ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമായിരിക്കത്തില്ല, കാരണം ആ ഒരു ആക്ടിവിറ്റി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൈക്ക്, പ്രത്യേകിച്ച് കൈക്ക്, നമ്മൾ കൈയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൈക്ക് അതൊരു പ്രയാസമുള്ള കാര്യമായിരിക്കത്തില്ല. പക്ഷേ അതേ സമയത്ത് എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഒരു തൂമ്പ പിടിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് പെട്ടെന്ന് ജോബ് മാറി ഒരു വേറെ റിട്ടയർമെൻറ്റ് ഫേസിൽ ഗാർഡനിങ്ങിലോട്ട് കയറുമ്പോഴത്തേന് അതൊരു ഡിഫറെൻ്റ് ആക്ടിവിറ്റിയാണ് ഓൾ ടുഗെദർ. അപ്പോൾ സാർ, ഇത് ഗ്രിപ്പ് ചെയ്യുമ്പോഴാണല്ലോ പെയിൻ വരുന്നത്, അപ്പോൾ കൂടുതൽ ഗ്രിപ്പിൻ്റെ സ്ട്രെങ്തനിങ് ആണോ ഫോക്കസ് ചെയ്യേണ്ടത്? അല്ല, നമ്മൾ സ്ട്രെങ്തനിങ് ചെയ്യണം. പക്ഷെ അവിടെ ആ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അഡാപ്റ്റേഷൻ ഒരു കാര്യമുണ്ടല്ലോ. സോ ആ ഒരു ആക്ടിവിറ്റിയിലോട്ട് ആൾ അഡാപ്റ്റായി വരണം. അതിന് സമയമെടുക്കും, പ്രത്യേകിച്ച് പ്രായമായ വ്യക്തികൾക്ക് അതിന് സമയമെടുക്കും. ആ സമയത്തിനനുസരിച്ച് വേണം നമ്മളത് പതുക്കെ ക്രമേണ വേണം അതിലോട്ട് കിടക്കാനായിട്ട്. അല്ലാതെ എടുത്ത ഉടനെ അത് ഒത്തിരി 2 മണിക്കൂർ 3 മണിക്കൂർ ആ പണി ചെയ്തിട്ട് അടുത്ത ദിവസം നോക്കുമ്പോൾ അവിടെ മൊത്തം വേദനയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകരുത്. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയാൽ ഞാൻ പറഞ്ഞില്ല, ഈ താഴമ്പൊക്കെ വരും, പിന്നെ അതുമൂലമുള്ള വേദന വരും. ആ വേദന കുറയ്ക്കാനായിട്ട് കുറച്ച് ആൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അതിനനുസരിച്ച് പ്രത്യേകിച്ച് പെയിൻ ടോളറൻസ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ അതിനുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരും. അതൊരു വേറെ ഒരു ഡയമെൻഷനിലോട്ട് മാറിപ്പോകും. പിന്നെ അത് സാധാരണ ഹെൽത്തി ആയിട്ടിരുന്ന ഒരു വ്യക്തി പിന്നെ ഒരു ഡിസീസ്ഡ് ഓർ അഫക്റ്റഡ് കണ്ടീഷനിലോട്ട്, ഡിസ്ഫങ്ഷൻ കണ്ടീഷനിലോട്ട് പോവുകയാണ്. സോ അത്രയും ഒരു എക്സ്റ്റെൻഡ് ഓഫ് വർക്കിലോട്ട് പോകാൻ പാടില്ല. അത് പ്രത്യേകിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പുതിയൊരു വർക്ക് എടുക്കുന്നത്, നമ്മൾ ചാലഞ്ചിങ് ആയിട്ടൊരു വർക്ക് എടുക്കുന്നത് നല്ലതാണ്. അത് അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറച്ച് വെച്ചിരിക്കണം, അതുപോലെ ചെയ്യുന്ന സമയം കുറച്ച് വെച്ചിരിക്കണം. നമ്മൾ അധികമായിട്ട് പെട്ടെന്ന് ഒത്തിരി ചെയ്യാൻ പാടില്ല. ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഗാർഡനിങ്, അല്ലെങ്കിൽ പിന്നെ ഉണ്ട് നമുക്ക് കുക്കിംഗ് ഉണ്ട്. കുക്കിംഗ് ആയിട്ട് ഇപ്പോൾ കുക്കിംഗ്, സ്ത്രീകൾ കുക്കിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ റിട്ടയർമെൻ്റായി, എന്നാൽ ഇനി ഞാൻ കൂടുതൽ കുക്കിങ്ങിലോട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് വെജിറ്റബിൾ കട്ട് ചെയ്യും. പണ്ടൊക്കെ കുറച്ചേ ചെയ്യത്തുള്ളായിരുന്നായിരിക്കും. ഇപ്പോൾ കുക്കിങ്ങിന് വേണ്ടി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നു. ഫംഗ്ഷൻ വരുമ്പോൾ വീട്ടിലെ ഗസ്റ്റ് ആൾക്കാർ എണ്ണം കൂടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് എല്ലാവർക്കും വേണ്ടി ചെയ്യണം. പണ്ട് ഒരു 1/4 കിലോ ക്യാരറ്റോ വെജിറ്റബിൾസ് ഏത് വെജിറ്റബിൾ ആയാലും 1/4 കിലോ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു 2-3 ദിവസത്തേന് ഫംഗ്ഷൻ വന്നത് മൂലം ഗസ്റ്റ് കൂടിയത് കാരണം ഒരു 3 പേർക്ക് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഒരു 12 പേർക്കോ 15 പേർക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയല്ലേ, വെജിറ്റബിൾസ് അല്ലെങ്കിൽ കുക്ക് ചെയ്യേണ്ട മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി കൂടുക. എല്ലാം പുള്ളിക്കാരി തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതും പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞ് ഒരു 60+ ആയ ഒരു വ്യക്തി അതെല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് അതിൻ്റേതായ സ്ട്രെയിനാണ്. അപ്പോൾ അതിലോട്ട് കിടക്കാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ അഗെയിൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ 1 നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് കൂടുകയാണ്. സെക്കൻഡ്, ക്വാളിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്. നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, വെജിറ്റബിൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കത്തി മൂർച്ചയുള്ളതാണെങ്കിൽ വർക്കിൻ്റെ ലോഡ് കുറയും, പെട്ടെന്ന് കട്ട് ചെയ്ത് മാറാം. മൂർച്ച കുറവാണെങ്കിൽ അതേ വെജിറ്റബിൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ഫോഴ്സ് യൂസ് ചെയ്ത് പ്രസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? സോ അങ്ങനെ വരുമ്പോഴത്തേന് പല ഫാക്ടേഴ്സാണ് ഇവിടെ. ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, ക്വാളിറ്റി ഓഫ് വർക്ക്, ഇത് രണ്ടും മാറുന്നുണ്ട്. ചില ആൾക്കാരുണ്ട്, വേറെ ഒരു വ്യക്തിക്ക് ആ ജോലി കൊടുക്കാൻ ഇഷ്ടമല്ല. കാരണം അവർ ഇച്ചിരി അവർക്കൊരു രീതിയുണ്ട്, ഇത് പർട്ടിക്കുലറായിട്ട് ഇതുപോലെ തന്നെ അരിയണം, കുഴപ്പമില്ല ഞാൻ അരിഞ്ഞോളാം എന്നും പറഞ്ഞ് എക്സ്ട്രാ ലോഡ് എടുത്ത് അവർ തന്നെ അരിയും. സോ അങ്ങനെയുള്ള ഒരു 2-3 ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരാഴ്ച ഭയങ്കര വേദനയായിരിക്കും, ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, അല്ലെങ്കിൽ കൈക്ക് പെട്ടെന്നായിരിക്കും, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഡിക്കോറൻസ് വരുന്നത്. കാരണം ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്യല്ലേ. അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരും. അപ്പോൾ നമ്മൾ ആ ലോഡ് കൂടുകയാണ് അവിടെ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഒരു ഈസിയറായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ബിൽഡിങ്ങിന് വേണ്ടി 4 തൂണ് പണിയുന്നു. ആ ബിൽഡിങ്ങിൻ്റെ കപ്പാസിറ്റി അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു 6 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ 4 ഫ്ലോറുള്ള ബിൽഡിംഗാണ്. അതിനാവശ്യമായ തൂണും കാര്യങ്ങളും സ്ട്രെങ്ത്തും മതി. പക്ഷേ അതിൻ്റെ മേളിലോട്ട് പണിഞ്ഞു വരുമ്പോൾ നമ്മളൊരു 12 അടി അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ തൂണിന് അത് താങ്ങാനുള്ള ശേഷി കാണത്തില്ല. കാരണം അതിനനുസരിച്ചുള്ള ഡയമീറ്റർ വെച്ചുള്ള തൂണായിരിക്കും അവിടെ കെട്ടിയിരിക്കുന്നത് ആ ബിൽഡിങ്ങിന്.
പ്ലസ് അതിൻ്റെ ബേസ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഇത് നമ്മൾ ലോഡ് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നായാലും ഒരു ദിവസം അത് കൂട്ടിക്കൊണ്ടേ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അത് ഫെയിലാവും, അവിടെ ബ്രേക്ക് ആവും, അത് മൊത്തത്തിൽ കൊളാപ്സ് ആവും. അതുപോലാണ് ശരീരവും. നമ്മുടെ ടെൻഡനായാലും മസിലായാലും ഏതൊരു സ്ട്രക്ചറായാലും അതിന് താങ്ങാവുന്ന ഒരു വെയിറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് പ്രത്യേകം ഉള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ ആ കപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ അതിന് സമയമെടുക്കും. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ്ങിന് പക്ഷേ പ്രായത്തിനനുസരിച്ചതായുള്ള ചേഞ്ചസും കാണും. ഒരു ചെറുപ്രായത്തിലുള്ള വ്യക്തിയായാലും അല്ലെങ്കിൽ ഒരു 20s 30s 40s വ്യക്തികൾക്ക് ആ ട്രെയിനിങ്ങിലോട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വളരെ കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് 20 to 35. അതേ സമയത്ത് 60+ ആൾക്കാർക്ക് ആ ട്രെയിനിങ് അഡാപ്റ്റബിലിറ്റിക്കുള്ള ശേഷി കുറഞ്ഞു വരികയാണ്. അഡാപ്റ്റ് ആകാം, പക്ഷേ കുറച്ചുകൂടെ സമയമെടുക്കും. സോ ആ സമയമെടുക്കുന്നതനുസരിച്ച് നമ്മൾ ക്ഷമയോടെ അത് വെയിറ്റ് ചെയ്ത് ആ ട്രെയിനിങ് പ്രോസസ്സ് പതുക്കെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് ആണെങ്കിൽ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക, അല്ലെങ്കിൽ വേറെ മെഷീൻസ് യൂസ് ചെയ്യുക. അതിന് കട്ട് ചെയ്യാൻ പറ്റിയ മെഷീൻസ് ഇന്നത്തെ ടെക്നോളജി വേൾഡിൽ അതൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. സോ അതൊക്കെ കരുതി വയ്ക്കുക. അപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്ത് ഈസി ആയിട്ട് ജോലി തീർക്കാൻ നോക്കുക, അധികം സ്ട്രെയിൻ ഇല്ലാതെ. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ പോലും കട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ പോലും തവി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഇപ്പോൾ 2 പേർക്ക് 3 പേർക്ക് കുക്ക് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറവല്ലേ. ഇപ്പോൾ 12 പേര് 15 പേരാകുമ്പോഴത്തേന് പാത്രത്തിൻ്റെ സൈസ് കൂടും, അകത്ത് വെജിറ്റബിളിൻ്റെ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കണ്ടൻറ്റ് കൂടും. അതിട്ട് ഇളക്കണമെങ്കിൽ കൂടുതൽ ഫോഴ്സ് വേണം. അതിട്ട് ഇളക്കുമ്പോഴത്തേന് കൈയുടെ മൂവ്മെൻറ്റ് വളരെ അധികമാണ് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് അധികമാണ്. സോ ഇങ്ങനെ പല ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ക്യുമുലേറ്റീവ് ആകുമ്പോൾ ഇത് ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറയും. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ അവർ പറഞ്ഞു വരുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ കുക്കിങ്ങാണ് ചെയ്തതെന്ന് പറയും. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ കുക്ക് ചെയ്യാൻ എടുത്ത സമയം, അതിൻ്റെ ലെങ്ത് ഓഫ് ജോബ്, അതെല്ലാം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ ഇതൊക്കെ ചിന്തിക്കാൻ. സോ ഇങ്ങനെ അതും പ്രത്യേകിച്ച് പ്രായമുള്ള വ്യക്തിയാകുമ്പോഴത്തേന് അതിൻ്റേതായ എഫക്ട്സ്, ആഫ്റ്റർ എഫക്ട്സ് തീർച്ചയായിട്ടും കാണും. സോ നമ്മൾ വളരെ സാധാരണമായിട്ട് എടുക്കരുത് കുക്കിംഗ് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അവർ തുണി കഴുകുമായിരിക്കും. ഇതെല്ലാം പിന്നെയും ആഡ് ഓൺ ആകുകയാണ്. സോ അറ്റ് എ പോയിന്റ്, ഫെയിലിയർ പോയിന്റ്, ഏതൊരു സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചറിനും ബോഡിയിൽ ഫെയിലിയർ പോയിന്റ് എന്നൊരു പോയിന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് അവിടെ കട്ടാവുക അല്ലെങ്കിൽ ബ്രേക്ക് ആകുക. അത് അസ്ഥിക്കായാലും ഉണ്ട്, മസിലിനായാലും ഉണ്ട്, ടെൻഡനായാലും ഉണ്ട്. ആ ലിമിറ്റ് വരെ അവർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ പാടാണ്. പിന്നെ അത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് വരാൻ ഒരു പ്രായമായ ഒരു വ്യക്തിക്ക്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡീറ്റീരിയറേഷൻ ഓർ ഡീകണ്ടീഷനിങ്, എഫക്ട്സ് ഓഫ് ഡീകണ്ടീഷനിങ്. ഡീറ്റീരിയറേഷൻ വന്ന് നമ്മളിങ്ങനെ ഒരു ഫെയിലിയർ പോയിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ അവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് ഹീലായി വരാനായിട്ട് സമയമെടുക്കും. അതുവരെ ആ ഒരു ലിംബ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വലത് കൈയാണെങ്കിൽ വലത് കൈ പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് റെസ്റ്റ് കൊടുക്കണം. അത് ചിലപ്പോൾ 3 ആഴ്ച ആയിരിക്കും, 1 മാസമായിരിക്കും, 1.5 മാസമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് മേളിൽ നിന്ന് ഷോൾഡർ തൊട്ട് താഴോട്ട് എല്ലാ ജോയിൻറ്റും റെസ്റ്റിൽ പോവുകയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഡീകണ്ടീഷനിങ് ആവും അവിടെ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ പ്രിഹെൻഷൻ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. കൈയുടെ പ്രിഹെൻഷൻ ആക്ടിവിറ്റീസ് അതിലും വരും. പിന്നീട് നമ്മൾ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ പോകുമ്പോൾ വെജിറ്റബിൾസ് വാങ്ങിച്ചുകൊണ്ട് വരിക. വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴുള്ള കൈക്ക് വരുന്ന ആ ഭാരത്തിൻ്റെ സ്ട്രെയിന്. സോ അതൊക്കെ ഒരേ കൈ തന്നെ പിടിക്കാതെ 2 കൈയിലോട്ട് പിടിച്ച് സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പ്രായമുള്ള ഒരു വ്യക്തിയായ പോലെ ഇന്ന് പ്രായമുള്ളവർ ഒത്തിരി പേര് 2 വീലർ പോലും ഓടിക്കുന്നുണ്ട്. ആ 2 വീലർ ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ വണ്ടി റെഗുലറായിട്ട് സർവീസ് ചെയ്തിട്ട് വണ്ടിയുടെ ആക്സിലറേറ്ററിൻ്റെ കേബിളായാൽ പോലും അത് നോർമൽ ടെൻഷനിലാണോ, അല്ലെങ്കിൽ ഇച്ചിരി ഒത്തിരി ആക്സിലറേറ്റർ ഒത്തിരി മുറുക്കേണ്ടി വരുന്നുണ്ടോ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ബ്രേക്ക് സ്മൂത്താണോ, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് സ്മൂത്തായിട്ടുള്ള ബ്രേക്കാണോ, അല്ലെങ്കിൽ ഒത്തിരി ടൈറ്റ് ആണെങ്കിലും അവിടെ നമ്മൾ ഗ്രിപ്പ് കൂട്ടുവാണ്, ആഞ്ഞു പിടിക്കാനായിട്ട് ശ്രമിക്കേണ്ടി വരും. സോ അങ്ങനെ വരുമ്പോഴത്തേനും അതെല്ലാം കയ്യിലൊരു ഇമ്പാക്റ്റാണ്, മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയില്ലേ, അപ്പോൾ പ്രായമുള്ള ഒരു വ്യക്തി റിട്ടയർമെൻ്റ് ആകുമ്പോഴത്തേന് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യാൻ നോക്കും. കൂടുതലായിട്ട് ട്രാവൽ ചെയ്ത് അവിടെ അടുത്ത റിലേറ്റീവ്സിൻ്റെ അടുത്തുള്ള സിറ്റിയിലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ 2 വീലറിൽ തന്നെ പോകാൻ നോക്കും.
അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത് ചെയ്യാൻ നോക്കുമ്പോഴത്തേന് അതൊക്കെ ഒരു സ്ട്രെയിനാണ്. സോ യാത്ര ചെയ്യാം, പക്ഷേ അതനുസരിച്ചുള്ള അതിനെന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ സ്ട്രെച്ചിങ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അദ്ദേഹത്തിന് നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ അതിൻ്റേതായ ബെനിഫിറ്റ്സ് എന്താണ്. സോ അത് സാധാരണമായിട്ട് എടുക്കാതെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡ്രൈവിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ഡോറിൻ്റെ ഹാൻഡിൽസ് ആയാലും അത് അതിൻ്റെ ആ എഫേർട്ട് സോഫ്റ്റ് ആയിരിക്കണം. അതനുസരിച്ചുള്ള ഹാൻഡിൽസ് വേണം. അതുപോലെ സ്മൂത്തായിട്ടുള്ള ഹാൻഡിൽസ് ആയിരിക്കും കാണാൻ ഇച്ചിരി നല്ലത്, ഗ്ലോസി ആയിട്ട് സ്മൂത്തായിട്ടുള്ളത്. പക്ഷേ അത് ഇൻ എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ടുള്ള സർഫസ് നമ്മൾ ഗ്രിപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ കൈ സ്ലിപ്പാക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രിപ്പ് ഇച്ചിരി കൂടെ കൂട്ടാൻ നോക്കും. അതേസമയത്ത് ചില ഹാൻഡിൽസ് ഉണ്ട് ഇച്ചിരി റഫായിട്ടുള്ള ഹാൻഡിൽസ്. ഡിസൈൻ തന്നെ ഇന്ന് നമ്മുടെ ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോയാൽ കാണാൻ പറ്റും. അത് റഫായിട്ടായിരിക്കും, പക്ഷേ നല്ല ഡിസൈനിലായിരിക്കും. ആ റഫായിട്ടുള്ള സർഫസിൽ പിടിക്കുമ്പോൾ അധികം ഗ്രിപ്പ് കൊടുക്കേണ്ടി വരത്തില്ല. കാരണം നമുക്ക് ആ റഫ്നെസ് കാരണം നല്ല ഗ്രിപ്പ് കിട്ടും. അത് വെച്ച് പിടിച്ച് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ കിച്ചൻ്റെ ഡോർസ് ആയാലും കിച്ചൻ്റെ ഷെൽഫിൻ്റെ ഡോർസ് ആയാൽ പോലും വളരെ എർഗണോമിക് എന്ന് പറയും. എർഗണോമിക്കായിട്ടുള്ള ഡോർസൊക്കെ ഹാൻഡിൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ഈ പ്രിസിഷൻ ഗ്രിപ്പിൻ്റെ ഭാഗമായിട്ട് വരും. അതല്ലാതെ പ്രിസിഷൻ ഗ്രിപ്പുണ്ട്. പ്രിസിഷൻ ഗ്രിപ്പ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സൂചി പിടിക്കുക, തുണി തയ്ക്കാനായിട്ട് സൂചി പിടിക്കുക, അതുപോലെ തന്നെ പേന പിടിച്ച് എഴുതുന്നത്. അവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് ചെക്ക് സൈൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രായമായി വരുമ്പോഴത്തേന് ചിലർക്ക് ഈ ബ്രെയിൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഹാൻഡ് കോർഡിനേഷൻ അഫക്റ്റായി വരുമ്പോൾ അവരുടെ ചെക്ക് സൈൻ ചെയ്യുന്നതിൻ്റെ ആ ക്വാളിറ്റി മാറിപ്പോവും. ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ സൈൻ കോപ്പി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പെതിക്കുക ചെയ്തില്ലേ, അപ്പോൾ അവിടെ ഒരു ചെറിയ വിറയൽ വരും. അപ്പോൾ ഫോർജ് ചെയ്ത സൈനാണോ എന്ന് പോലും ഡൗട്ട് വരും. സോ അങ്ങനെ പ്രായമായ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. സോ അതനുസരിച്ച് നമ്മൾ അതിനുള്ള ട്രെയിനിങ്ങും എടുക്കേണ്ടത് ആവശ്യമാണ്. സോ ആ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ ഈ ഹാൻഡ് ഫങ്ഷൻസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട് നമുക്കിവിടെ. അപ്പോൾ അതിന് എല്ലാ കോമ്പണൻറ്റും ഫോക്കസ് ചെയ്യുന്നത്, എല്ലാ കോമ്പണൻറ്റ് ഇൻ ദ സെൻസ് നമ്മൾ ഹാൻഡിൻ്റെ പ്രിഹെൻഷൻ ഗ്രിപ്പ്, പ്രിസിഷൻ ഗ്രിപ്പ്, ഇപ്പോൾ പ്രിസിഷനിൽ തന്നെ ടിപ്പ് ടു ടിപ്പ് ഉണ്ട്, പാഡ് ടു പാഡ് എന്ന് പറയും, അത് പാഡ് ടു സൈഡ് എന്ന് പറയും. പല ടൈപ്പ് ഓഫ് ഗ്രിപ്സും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻട്രൻസിക് മസിൽ ആക്ടിവിറ്റി, എക്സ്റ്റൻസിക് മസിൽ ആക്ടിവിറ്റി, അങ്ങനെ പല രീതിയിലുള്ള പല കോമ്പണൻസിലും ഫോക്കസ് ചെയ്ത് നമ്മൾ ട്രെയിനിങ് ആണ് ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ പ്ലാൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രിസിഷൻ ഗ്രിപ്പിൻ്റെ വേറെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രായമായ വ്യക്തി ഇപ്പോൾ വെളിയിലോട്ട് പോവുക, അല്ലെങ്കിൽ എയർപോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ട്രെയിൻ കയറുന്നതിന് മുമ്പ് ഷൂസ് ഇടുന്ന ശീലമുള്ള വ്യക്തിയാണെങ്കിൽ ഷൂസിൻ്റെ ലേസ് ഇടാനുള്ള ആ ഒരു ആക്ടിവിറ്റി, അതെല്ലാം പ്രിസിഷൻ ഗ്രിപ്പിൽ വരും. ഷൂസിൻ്റെ ലേസ് ഇടുക, അല്ലെങ്കിൽ ഒരു നോട്ട് ഇടുക, കയറിന് നോട്ട് ഇടുക, അതെല്ലാം പ്രിസിഷൻ ആക്ടിവിറ്റി വരും. അതുപോലെ തന്നെ ഒരു സ്ത്രീകളായ പോലും മേക്കപ്പ് ഇടാൻ താല്പര്യമുള്ള സ്ത്രീകളാണെങ്കിൽ ഒരു പ്രിസിഷൻ ആക്ടിവിറ്റി ഉണ്ട് അവിടെ, ഈ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കടയിലോട്ട് പോയി കഴിഞ്ഞാൽ സാധനം വാങ്ങിച്ചിട്ട് തിരിച്ച് കൗണ്ട് ചെയ്ത് പൈസ കൊടുക്കുക, ആ കോയിൻസ് എണ്ണുന്നത്, കോയിൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്, ആ കൈയുടെ ഫങ്ഷൻ അവിടെ ഓൾട്ടർ ആകുമ്പോഴത്തേന് ഈ കോയിൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പോലും ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഹാൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൊത്തം മസ്കുലോസ്കെലിറ്റൽ ഫങ്ഷനാണ്. അല്ലാതെ ഫാർ ആൻഡ് ബിയോണ്ട് ദാറ്റ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ബ്രെയിൻ ഫങ്ഷനുണ്ട്. ആ ബ്രെയിൻ ഫങ്ഷൻ കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മളിപ്പോൾ കൈ പിടിച്ചിരിക്കുന്ന കോയിൻ്റെ കോയിൻ എങ്ങനെ പിടിക്കുന്നു, നമ്മൾ ചിലപ്പോൾ അത് നോക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ആ കോയിൻ്റെ ഷേപ്പ് വെച്ച് തന്നെ അല്ലെങ്കിൽ സൈസ് വെച്ച് തന്നെ നമുക്കതിൻ്റെതായ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം 1 റുപ്പി കോയിൻ്റെ സൈസ് അല്ല 2 റുപ്പി കോയിന്, 2 റുപ്പി കോയിൻ്റെ സൈസ് അല്ല 10 റുപ്പി കോയിന്. സോ ഇത് പലതും ഇങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെതായ മൂല്യം നമുക്ക് കൈ പിടിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുന്നത് മൂലം നമ്മളൊരു കൺഫർമേഷനാണ് ചെയ്യുന്നത്, മനസ്സിലായോ? സോ ആ പിടിക്കുന്നത് അതൊരു കോൺഫിഡൻസ് ലെവലാണ്. സോ അത് പക്ഷേ ഒരു ബ്രെയിൻ ഫങ്ഷനാണ്. നമ്മൾ കൈ പിടിച്ചുകൊണ്ട് സ്റ്റീരിയോഗ്നോസിസ് എന്ന് പറയും, കൈ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രീവിയസ് മെമ്മറി വെച്ച് റിലേറ്റ് ചെയ്യുകയാണ്. സോ അതൊരു
അതിൻ്റേതായ ഒരു ഫങ്ഷനാണ്. പിന്നെ നമ്മൾ വേറെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് മൊബൈൽ ഹാൻഡിൽ ചെയ്യുന്നത്. സാധാരണ മൊബൈൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത്ര നാൾ ഒറ്റ കൈ കൊണ്ടാണ് മൊബൈൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ലോക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്, ഫിംഗർ പ്രിൻ്റ് എടുത്തുകൊണ്ടിരുന്നത്, ഫിംഗർ പ്രിൻ്റ് കൊടുത്ത് മൊബൈൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിലപ്പോൾ പ്രായമായി വരുമ്പോഴത്തേന് ഹാൻഡിൽ ചെയ്ത് 2 കൈ യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരുമായിരിക്കും. അതുപോലെ നമ്മൾ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പ്ലസ് ഇന്നത്തെ ക്വാളിറ്റി അനുസരിച്ച് മൊബൈൽ ഇച്ചിരൂടെ സ്മൂത്തായിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മൊബൈൽ കവർ പോലും ഇച്ചിരി റഫായിട്ടുള്ള കവർ അല്ലെങ്കിൽ റബ്ബർ ബേസുള്ള കവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രിപ്പിന് ഇച്ചിരി ഹെൽപ്പ് വരും, ഇച്ചിരൂടെ കോൺഫിഡൻസ് വരും ആ മൊബൈൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്നിട്ട് പിന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രിസൈസ് മൂവ്മെൻറ്റ്സ് നമ്മൾ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ പല കമാൻഡ്സ് ഉണ്ട്. കമാൻഡ്സിൽ പ്രിസൈസായിട്ട് പോയി ടച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഹാൻഡിൻ്റെ പ്രിസിഷൻ ആക്ടിവിറ്റിയാണ് കൂടുതലും വേണ്ടിയത്. പക്ഷെ അവിടെ വീണ്ടും കൂടുതൽ ബ്രെയിൻ കോർഡിനേഷനാണ് അവിടെ നടക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഹാൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വളരെ കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ വ്യക്തികൾ നമുക്ക് പ്രത്യേകിച്ച് ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ വരുമ്പോൾ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇന്ന ആക്ടിവിറ്റിയാണ് ഡിഫിക്കൽട്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ഒരുപക്ഷെ ഹയർ സെൻറ്റർ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയാണ് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മോർ ഓഫ് ഡിജിറ്റൽ കോമ്പണൻ്റ് ആണ്, കൈയുടെ ഫങ്ഷൻസ് ആണ് നമുക്ക് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതനുസരിച്ചുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ഹാൻഡ് ഫങ്ഷൻ, അതിനെക്കുറിച്ചാണ് സാറ് കൂടുതലായിട്ട് നമുക്ക് ഇന്ന് പറഞ്ഞു തന്നത്. ഇനി വരും എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.